ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടാറ്റോ ചീസ് ബോൾസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടാറ്റോ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പി നമുക്ക് നോക്കി നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനെടുത്തേക്കുന്നത് ഇടത്തരം ഉരുളക്കിഴങ്ങാണ്. വലുതാണെങ്കിൽ 2-3 എണ്ണ എടുത്താൽ മതി. ഇത് 1/4 ഭാഗം വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു വാഷർ കൊണ്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവനവൻ്റെ എരിവിനനുസരിച്ചിട്ടാണ് പച്ചമുളക് ഇടേണ്ടത്. ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. വളരെ ചെറിയ ഉരുളകളാക്കാതെ ഒരു ഇടത്തരം ഉരുളകളാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നേരത്തെ അതിനുള്ളിലോട്ട് മോസറല്ല ചീസ് ഒരു പീസ് വെച്ച് കൊടുത്ത് വീണ്ടും റോൾ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ബോൾസായി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യമുള്ളത്. നമുക്ക് കോൺഫ്ലോറിന് പകരം മുട്ട ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു മിക്സിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്ത ആവശ്യമുള്ള ബ്രെഡ് ക്രംസ് ആണ്. അതിനുശേഷം ഒരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരട്ടെ. നല്ല ചൂടോടുകൂടെ ഇട്ട് കൊടുക്കണം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് കോൺഫ്ലോർ മിക്സിൽ നല്ലപോലെ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും കോൺഫ്ലോർ മിക്സിലും ബ്രെഡ് ക്രംസിനും കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ചീസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി പ്ലേലിസ്റ്റിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.